ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സുഹൃത്തെ, നിനക്ക് നല്ല ഒരു പ്രഭാതം. ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ നിന്നിലേക്ക് കൊണ്ടുവരിക നിൻ്റെ വിശ്വാസമാണ്. സുഹൃത്തെ, നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളുമാകട്ടെ, നിൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും എന്ന് നീ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ദൈവം ഇടപെട്ടിരിക്കും. നമ്മൾ സുവിശേഷത്തിലൊരു രക്തസ്രാവക്കാരി സ്ത്രീയെ കാണുന്നുണ്ടല്ലോ. 12 വർഷമായിട്ട് രക്തസ്രാവം മൂലം കഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി. ആ വ്യക്തി സൗഖ്യം പ്രാപിച്ചത് നമുക്കറിയാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാമത്തെ തിരുവചനം. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. അവളുടെ വിശ്വാസം നോക്കിയേ. ആ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഞാൻ തൊട്ടാൽ മാത്രം മതി, സൗഖ്യം കിട്ടും. നമുക്കറിയാം, അവളെ വിശ്വാസം വെച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്ത്, ആ വിശ്വാസത്തോടു കൂടി സ്പർശിച്ചു. ആ നിമിഷം അവർ സൗഖ്യം കിട്ടി. ഒന്ന് തൊട്ടാൽ, അതും വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടാൽ സൗഖ്യം കിട്ടുമെന്ന് ഒരു സ്ത്രീ വിചാരിച്ചെങ്കിൽ, അത് നേടിയെടുത്തെങ്കിൽ, പ്രിയ സുഹൃത്തേ, നിൻ്റെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളെ നിർത്തിയിട്ട് നിനക്കും ഒന്ന് പറയാൻ സാധിക്കണം, ഞാൻ എൻ്റെ കർത്താവിനെ ഒന്ന് തൊട്ടാൽ, ഞാൻ എൻ്റെ കർത്താവിനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ, ഞാനൊന്ന് ചേർന്നിരുന്നാൽ ആ നിമിഷം തീരാവുന്നതേ ഉള്ളൂ എൻ്റെ പ്രശ്നങ്ങൾ. ആ നിമിഷം ഇടപെടാവുന്നതേ ഉള്ളൂ എൻ്റെ കർത്താവിന്. ആ ഒരു ബോധ്യത്തോടു കൂടി ഈശോയിലേക്കൊന്ന് കൊടുക്കാവോ? നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഈശോയുടെ സന്നിധിയിലേക്ക് പരിപൂർണമായിട്ടൊന്ന് വിട്ടുകൊടുക്കാം. നല്ലവനായ കർത്താവെ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊട്ടാൽ മാത്രം മതി, സൗഖ്യം കിട്ടും. ഈശോയെ, അതുപോലുള്ള ഒരു വിശ്വാസം ഈ വ്യക്തിക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മറികടക്കുവാനായിട്ട്, നിന്നോട് കൂടുതലായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ആഴമേറിയൊരു വിശ്വാസത്താൽ ഈ വ്യക്തി നിറയപ്പെടുവാനായിട്ട് ഇടവരട്ടെ. എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് ഈ വ്യക്തി സംരക്ഷിതരുമാകട്ടെ. ഈശോയെ, നിൻ്റെ കാരുണ്യം ഇന്നേ ദിവസം കൂടുതൽ അനുഭവിക്കുവാനായിട്ട് ഈ വ്യക്തിക്ക് ഇടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവനുമെൻ്റെ സർവസ്വവും